തല്ലിപ്പൊളി ടീം തന്നെ പറയാം. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്ത് ഗൗതം ഗംഭീർ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ആർ ജെ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നൊരു ക്രിക്കറ്റ് നിരീക്ഷണത്തെ കുറിച്ചായിക്കോട്ടെ ഇന്നത്തെ ഒരു സബ്ജക്ട്. ഞങ്ങൾ വലിയ ക്രിക്കറ്റ് പണ്ഡിതന്മാരൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ചെറിയൊരു അറിവ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. സാധാരണ നമ്മൾ എല്ലാവരും പോലെ ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. എന്താ ഇപ്പോഴത്തെ ടെസ്റ്റ് മാച്ച്, എന്താണ് ഇപ്പോഴത്തെ ടെസ്റ്റ് മാച്ച് ടീമും നമ്മുടെ കോച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇത്ര വളരെയധികം ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്നുണ്ട്. അത്രയും എന്താ പറയാ, തല്ലിപ്പൊളി ടീം തന്നെ പറയാം. ഞാൻ ചോദിക്കട്ടെ, എന്ത് ഗൗതം ഗംഭീർ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുത്തി നിറയ്ക്കുക, എന്നിട്ട് ആ ടീമിനോട് കൊളാക്കുക. ഇതിലും ഞാൻ പറയണത്, കേരളത്തിൽ രഞ്ജി ടീമിനെ കൊണ്ടുപോയി ചിലപ്പോൾ ഇതിനെക്കാളും നന്നായിട്ട് അല്ലെ. കേരള രഞ്ജി ടീം ഈ വർഷം കുറച്ച് ഫ്ലോപ്പാണ്. എന്നാലും അത്രയും സെലക്ഷൻ മോശമാണ് ഇപ്രാവശ്യം ഇന്ത്യൻ ടീമില്, വളരെ മോശം. അതെ ശരിയാണ്. പ്രത്യേകിച്ച് ടീം സെലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ടീം സെലക്ഷൻ പറ്റ മോശം. കാരണം എന്താ വെച്ചാല്, ആരൊക്കെ ടീമിലെ ക്യാപ്റ്റനായിട്ട് പ്രോപ്പർ ആയിട്ടൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ വളർത്തിക്കൊണ്ടിരുന്ന ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗില്ലിനും എനിക്ക് തോന്നുന്നത് എന്തറിയോ, ഗില്ലിന്റെ എല്ലാ ഫോർമാറ്റിലും ഗില്ലിന്റെ അല്ലേ ക്യാപ്റ്റൻ. BCCI വിരാട് കോഹ്ലിക്ക് ശേഷം ശുഭ്മാൻ ഗില്ലിനെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആള് നല്ല കളിക്കാരനാണ്, നല്ല പ്ലെയർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചോ അങ്ങനെ ഒന്നും, ലീഡിംഗ് പവർ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അതെ കഴിഞ്ഞ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോ ടെസ്റ്റില് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്നില് ബുംറ ഏതായാലും കളിക്കാണ്ട്. ബുംറ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. അതുപോലെ ബുംറേനെ ആക്കുക, അല്ലെങ്കിൽ ജഡേജനെ അതൊക്കെ ആക്കുക. അല്ലാതെ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു എക്സ്പീരിയൻസ് ആവാണ്ട് ഈ ടെസ്റ്റ് പോലുള്ള ക്രിക്കറ്റിലേക്ക് പരിചയസമ്പന്നതയാണല്ലോ ഈ ടെസ്റ്റിലൊക്കെ. നമ്മൾ ഈ ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ യുവാക്കൾ മുഴുവൻ 2020 കളിച്ച് ആ ഒരു റിയാക്ഷൻ, ആ ഉറക്കത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഇതുവരെ ഉണർന്നിട്ടില്ല. വിരാട് കോഹ്ലി പറഞ്ഞ പോലെ T20 ടെസ്റ്റ് ക്രിക്കറ്റ് പറഞ്ഞാൽ എപ്പോഴും T20 ക്രിക്കറ്റിന്റെ ഒരു 5 ലെവൽ മോഡൽ തന്നെയാണ്. ക്രിക്കറ്റിന്റെ സൗന്ദര്യം എന്തൊക്കെ പറഞ്ഞാലും അത് ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്. അത് ആ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് വഴങ്ങിയാലും നല്ല രസം. ഇത് ഇന്ത്യയിൽ വന്നിട്ടാണ്. എവേ മാച്ച് ആണെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കും. ഇപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് കളിക്കുന്ന പിച്ചിന്റെ സ്വഭാവം മനസ്സിലായില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ ബോളേഴ്സിന്റെ അല്ലെങ്കിൽ സീമേഴ്സിന്റെ ഒക്കെ. അതാണ് കഴിഞ്ഞ 2021 വരെ എല്ലാ ടീമുകളും ഇന്ത്യയിലേക്ക് വരാൻ ഭയപ്പെട്ടിരുന്നു. ഇപ്പൊ വരുന്നു, നമ്മൾ അടിച്ചിട്ട് പോകുന്നു. അവരെ സ്പിന്നേഴ്സ് അതേ സ്പിന്നേഴ്സിന്റെ ഇപ്പൊ നമ്മളിലൊക്കെ അത്രയും നല്ല സ്പിന്നേഴ്സിന്റെ നമ്മൾ ചതിക്കുഴി ഒരുക്കി നമ്മൾ അതിൽ വീഴുന്ന പോലെ ഇപ്പൊ അവസ്ഥ. വളരെ മോശം സെലക്ഷൻ, വളരെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വളരെ മോശമായിട്ട് എനിക്ക് ഭയങ്കര ബാഡ് നെഗ് ഫീൽ അടിക്കും. ഇത്ര തല്ലിപ്പൊളി ഒരു ടീം കണ്ടിട്ടില്ല. അത് എന്തൊക്കെ പറഞ്ഞാലും അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും അതിൽ മുഖ്യ ഒരു പങ്കുണ്ട്, പ്രത്യേകിച്ച് ടീം സെലക്ഷൻ. എനിക്ക് തോന്നുന്നു അവരാണ് നമ്മുടെ സീനിയർ പ്ലേയേഴ്സ് ആയ വിരാട് കോഹ്ലിയും അതേപോലെ രോഹിത് ശർമ്മേനെയൊക്കെ ഫോഴ്സ് ചെയ്ത് റിട്ടയർ ചെയ്യിപ്പിച്ചാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻ ആയിരുന്ന ടൈം, അത് പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ എപ്പോഴും ഒരു അഗ്രസീവ് ഫീൽ ചെയ്യണം. അതെ അദ്ദേഹം ക്യാപ്റ്റൻ ആയ സമയത്ത് ഇന്ത്യൻ ടീമിലേക്ക് വരാൻ ഇവര് ഭയപ്പെട്ടിരുന്നു ടീമുകള്. ഇപ്പോ നാഥനില്ല കളരിയായി മാറി ഇന്ത്യൻ ടീം. വളരെയധികം ദയനീയ അവസ്ഥയായി. ഇപ്പൊ കഴിഞ്ഞ വൺ ഡേ മാച്ച് അല്ലേ ഇപ്പൊ ഓസ്ട്രേലിയനോട് ഏതെല്ലാം തോറ്റത്. ഇപ്പതാ T20 എന്തൊക്കെ പറഞ്ഞാലും അത് അടിപൊളി, ഇന്ത്യക്ക് അത് മാത്രമേ പറ്റുള്ളൂ. കാരണം ആ ഒരു ഫോർമാറ്റ് മാത്രമേ ഇന്ത്യക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ ആയി മാറി. ക്രിക്കറ്റിന്റെ ആ ഒരു സൗന്ദര്യം T20 മാത്രമായി ഇന്ത്യയിൽ ഒതുങ്ങിപ്പോയി. ഇനി വിദൂരമായ ഒരു സ്വപ്നം മാത്രമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യക്കൊക്കെ. അല്ലെങ്കിൽ പിന്നെ ദ്രാവിഡും ലക്ഷ്മണും സച്ചിനും ഒക്കെ ഇഷ്ടംപോലെ ടാലന്റ് പൂളുണ്ട് ഇന്ത്യയില്. പക്ഷെ അത് കണ്ടെത്തി യഥാർത്ഥ ഒരു സത്യം പറഞ്ഞ അഗാർക്കർ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അഗാർക്കറും ഗൗതം ഗംഭീറും ആണെങ്കിൽ വൈറ്റ് ബോളിൽ കോച്ച് ആയിക്കോട്ടെ,
റെഡ് ബോളിൽ എന്തായാലും രവിശാസ്ത്രിനെ പോലെയോ അല്ലെങ്കിൽ ദ്രാവിഡിനെ പോലെയുള്ള ഒരു കോച്ച് വരണം. ഗംഭീറിന്റെ അപ്രോച്ച് ഈ ഒരു ലെതർ ബോളിൽ റെഡ് ബോളിൽ എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഇഷ്ടക്കാരെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം T20 ഒക്കെ ജയിച്ച സമയത്ത് ദ്രാവിഡ് പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളെ നയിക്കാൻ നിങ്ങളൊപ്പമുണ്ട്, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഏത് ടീം വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് ടീമിനോടും ടീമിന്റെ ക്യാപ്റ്റനോടും പറഞ്ഞിട്ടുണ്ട്. സെലക്ഷനിൽ ഒരിക്കലും ആ കോച്ച് ഇടപെട്ടിട്ടില്ല. അത് ദ്രാവിഡിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് അത്. കാരണം ആ ഒരു ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞത് അതിന്റെ ടീമിന്റെ ക്യാപ്റ്റനാണ്. ആരെ ഏത് പൊസിഷനിൽ കളിപ്പിക്കണം, എന്തൊക്കെയാണ് കളിക്കുന്നത്, കുറെ പൊസിഷൻ മാറ്റി വാഷിംഗ്ടൺ സുന്ദർ ഏത് പൊസിഷനിലാണ് ഞാൻ ഇറങ്ങേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കളിക്കാരൻ. ഞാൻ ബോളറാണോ ഞാൻ ബാറ്റ്സ്മാൻ ആണോ ഒന്നുമില്ല. പുള്ളിക്കാരനെ ടീമിലെടുത്തു, പുള്ളിക്കാരൻ ഓൾറൗണ്ടർ ആണ്, എന്നാ ഓവർ കൊടുക്കണ്ടേ, അത് കൊടുക്കില്ല. ഞാൻ ശുഭാങ്കില് ഇഞ്ചുറി ആയപ്പോ ഋഷഭ് പന്ത് വന്നപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും കരുതി. ഒരു മാറ്റമില്ല. നിതീഷ് കുമാർ റെഡ്ഡിനെ ഓൾറൗണ്ടർ ആയിട്ട് എടുത്ത്. നിതീഷ് കുമാർ റെഡ്ഡി എത്ര ഓവർ എറിഞ്ഞു? 10 റണ്ണിന് മേലെ അയാൾ എടുത്തിട്ടില്ല. 4 കീപ്പർമാരാണ്. സായി സുദർശനും കീപ്പറായിട്ട് നിൽക്കല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഏതൊക്കെ ഒരു കരിയറിൽ KL രാഹുൽ, സായി സുദർശൻ, ജുറൽ, ഋഷഭ് എന്തിനു കളിക്കുന്നത്? ഋഷഭ് പക്ഷെ പിന്നെയും അല്ല, എന്റെ പേഴ്സണൽ അഭിപ്രായം ഋഷഭ് ഫോർമാറ്റ് ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ കാണിക്കണേ അയാൾ? എന്തിനീ ക്യാപ്റ്റൻസി ഇവരൊക്കെ ഷോകാണെന്നാണ് എനിക്ക് ഷോകം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഒരു ഉത്തരവാദിത്വം വേണ്ടേ? കളിക്കാനൊരു ഉത്തരവാദിത്വം. തല്ലിപ്പൊളി ഷോട്ട് കളിച്ച് ഒരേ ഷോട്ടില് ഔട്ടാവണ്. ഇവരൊക്കെ എന്നാ ഇനി ക്രിക്കറ്റ് പഠിക്കുക? ഞാൻ ക്രിക്കറ്റിനെ നിരീക്ഷിക്കണ വലിയൊരു പണ്ഡിതനായിട്ടല്ല, പക്ഷെ ഇതിന്റെ മുന്നേ ക്രിക്കറ്റ് കളിച്ച മഹാരഥന്മാരുണ്ട് ഇന്ത്യയില്. അവരുടെയൊക്കെ കളി ഇവര് കാണില്ല. ഇപ്പൊ ലാസ്റ്റ് ന്യൂസിലാൻഡ് വന്ന് 3-0 നമ്മളെ പൊട്ടിച്ചു പോയി, നമ്മുടെ മണ്ണിൽ വന്നിട്ട്. അത് കഴിഞ്ഞതാ ഇപ്പൊ 2-0 പോകുന്നു ദക്ഷിണാഫ്രിക്ക. ഇപ്പൊ ഇത് ഓസ്ട്രേലിയൻ ടീമും അതേപോലെ ഇംഗ്ലണ്ട് ടീമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് എനിക്കറിയില്ല. ഇന്ത്യയില് ടെസ്റ്റ് ഫോർമാറ്റില് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ആ ഒരു ട്രാൻസിഷൻ പീരീഡില് ഇന്ത്യ ഇപ്പോ വളരെ ഷോക്കാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ചേതേശ്വർ പൂജാര, അജിൻക്യ രഹാനെ ഇവരൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ കളിക്കുന്ന ആൾക്കാരെക്കാളും കൂടി സെഞ്ചുറി ഉണ്ട് അശ്വിൻ തോന്നുന്നു. പിന്നെ അതേപോലെ കുൽദീപ് യാദവ് എന്തിനാ ഇയാളെ ടീമിൽ ഇറക്കണില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാളെ കൊണ്ട് നടക്കുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. ഇയാൾ എല്ലാ ടീമിലും ഇപ്പൊ അയാള് 3ാമത്തെ ഈ ടെസ്റ്റില് 200 മുകളിൽ ബോൾ അയാൾ കളിച്ചു. നമ്മുടെ മുൻനിര ബാറ്റ്സ്മാൻമാരും ഫേസ് ചെയ്തില്ല അത്രയും ബോൾ. എനിക്ക് സായി സുദർശൻ എത്ര അവസരം കൊടുത്തിട്ട് ഒന്നിലും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ അജിങ്ക്യ രഹാനൊന്നും ഇപ്പോഴും വിരമിച്ചിട്ടില്ല. അവർക്കൊക്കെ ഒരു അവസരം കൊടുത്തൂടെ? ശരിക്കും ആളെ ക്യാപ്റ്റനാക്കി ഒന്നുകൂടി ഒരു അതെ അവരൊക്കെ ഈ ഫോർമാറ്റില് അജിങ്ക്യ രഹാനൊക്കെ ഗാബയിൽ പോയി നമ്മുടെ ഓസ്ട്രേലിയ പോയിട്ട് തെളിയിച്ച തെറ്റില്ലാത്ത നല്ല ക്യാപ്റ്റൻസിയും കാര്യങ്ങളും ചെയ്യണ അത്യാവശ്യം ടാലന്റ് ഉള്ള പ്ലെയർ ആണല്ലോ ഈ അജിങ്ക്യ രഹാനൊക്കെ. അയാളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, ഒന്നില്ലെങ്കിൽ ഈ ടെസ്റ്റ് ഫോർമാറ്റിക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണ്ടേ നല്ലൊരു ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ. അതുപോലും ചെയ്യുന്നില്ല. ഇന്ത്യ T20 കളിക്കുന്നു, ഒക്കെ ഏതൊക്കെ പൊസിഷനിൽ ഇറങ്ങണ്ടെന്ന് ബാറ്റ്സ്മാൻമാർക്കോ കളിക്കാർക്കോ അറിയുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള കളിമാരി ഇങ്ങനെ ഒരു പ്രേതം അലഞ്ഞു നടക്കുന്നവര് കുറെ ആൾക്കാര് ടെസ്റ്റിൽ. ഏതായാലും വളരെ ശോകമായ അവസ്ഥ, ദയനീയമായ അവസ്ഥ. ഏതായാലും ഗംഭീറിന്റെ ഈ ഒരു റെഡ് ബോളിലുള്ള കോച്ചിങ് കരിയർ മിക്കവാറും ഈ സീരീസോടുകൂടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആളെ കൊണ്ട് അവർ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. നമ്മൾ 1-2 സീരീസ് ഒക്കെ ആണെങ്കിൽ അതെ ഒരു വിജയ തൃഷ്ണല്ലാത്തൊരു ടീമായി. പണ്ട് സിറാജ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി എന്ത് ഫയർ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഈ വിരാട് കോഹ്ലി, എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലി രോഹിത് ശർമ്മയും ടീമും പോയതോടുകൂടി പെട്ടെന്ന് അവരുടെ ഒരു അഭാവം നികത്താൻ കഴിയുന്നില്ല. അത് ഭയങ്കര അവരുടെ ഒരു ഓറയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇംഗ്ലണ്ട് സീരീസിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. 2-2 അവസാന ടെസ്റ്റ് ഒക്കെ ജയിച്ച് ആ ഒരു ഇത് വന്നു എന്നുള്ളൊരു ഫയർ വന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതാ പഴയ തദൈവ. എന്താ ചെയ്യാ?
ഏതായാലും ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകിച്ച് ക്രിക്കറ്റ് സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളായിട്ട് പങ്കുവച്ചു. അതെ, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തോട് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.